ഹായ് ഹലോ മിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുമോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രണയം ആയിക്കോട്ടെ, സാമ്പത്തികം ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അത് നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. ലെനോർമൻ കാർഡുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാർഡിൽ നമ്മൾ ഒരു 9 കാർഡുകൾ എടുത്തിട്ടുണ്ട്. 9 കാർഡുകൾ എന്തൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഗ്രഹത്തിനെ പറ്റി ചിന്തിക്കാം, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വയ്ക്കാം, ദെൻ അതിനുശേഷം വീഡിയോ കണ്ടു തുടങ്ങാം. വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാം. ലാഗ് ഉണ്ട് എന്ന് പറയുന്നവർ, ഇത് പൂർണ്ണമായിട്ട് കാണാൻ പറ്റാത്തവർ നിർബന്ധപൂർവ്വം അത് കാണേണ്ട ആവശ്യമില്ല. എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. നമ്മൾ ഒരു 9 കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ബേഡ്സ്, അതേപോലെ തന്നെ മൈസ്, എലി വന്നിട്ടുണ്ട്. ജെന്റിൽമാൻ 2 വന്നിട്ടുണ്ട്. മെച്യൂർഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ യങ് ആയിട്ടുള്ള ജെന്റിൽമാൻ വന്നിട്ടുണ്ട്. ക്ലോവർ വന്നിട്ടുണ്ട്. കീ വന്നിട്ടുണ്ട്. ലേഡി വന്നിട്ടുണ്ട്, യങ് ആണ്. അതേപോലെ തന്നെ ബുക്ക്, ഷിപ്പ്, ഇത്തരം കാർഡുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡുകൾ നിങ്ങൾ എന്തൊരാഗ്രഹം ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് നടക്കുമോ എന്ന് നോക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ആഗ്രഹം നടക്കുമോ എന്നൊരു ചോദ്യത്തിന് പോസിറ്റീവായിട്ടുള്ളൊരു വശം തീർച്ചയായും നടക്കും എന്നാണ്. കീ കാർഡ് ഇവിടെ പ്രധാനമാണ്. ഇത് നിങ്ങളെ ഉദ്ദേശിച്ച ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ വാതിൽ തുറക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലോവർ കാർഡ് വരുന്നത് ഭാഗ്യമാണ്. പെട്ടെന്നുണ്ടാകുന്ന അനുകൂല സാഹചര്യങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പരിശ്രമത്തിന് ഒരു 100% ഫലം ലഭിക്കും എന്ന് ഷിപ്പിൻ്റെ കാർഡ് ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം ആഗ്രഹം ലക്ഷ്യസ്ഥാനത്ത് എത്തും, ഓക്കെ എന്നാണ് പറയുന്നത്. ജെന്റിൽമാൻ, ലേഡി കാർഡുകൾ പറയുന്നത് ഇത് നിങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നും നിങ്ങൾക്കിതിൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ട് എന്നാണ് ആ കാർഡുകൾ പറയുന്നത്. ഇതിൽ തടസ്സങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നെഗറ്റീവ് വശമാണ് പറയുന്നത്. നമ്മളൊരു ആഗ്രഹത്തിലൂടെ എത്തുമ്പോൾ നമുക്കതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാകും. അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെയാണ് കാർഡുകളിൽ കൂടി പറയുന്നത്. ബേഡ്സും മൈസും വരുമ്പോൾ പക്ഷികളും എലിയും ചെറിയ തോതിലുള്ള ഒരു സമ്മർദ്ദം, ആശയക്കുഴപ്പം, ഇതിനൊക്കെയാണ് കാണിക്കുന്നത്. ബേഡ്സ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ സംസാരങ്ങളും ചർച്ചകളുമാണ് സൂചിപ്പിക്കുന്നത്. മൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ നഷ്ടങ്ങൾ, സമയനഷ്ടങ്ങൾ. നിങ്ങളുടെ എന്തൊരു ആഗ്രഹം ആയിക്കോട്ടെ അതിനെപ്പറ്റി അധികം പേരോട് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഊർജത്തിനെ ചോർത്തിക്കളയും എന്ന് പറയുന്നുണ്ട്. എന്തോ ആഗ്രഹം ആയിക്കോട്ടെ ആരോടും അത് പറയേണ്ട ആവശ്യമില്ല. ബുക്കിൻ്റെ കാർഡ് പറയുന്നത് കാര്യങ്ങൾ എപ്പോഴും പൂർണ്ണമായും വെളിപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ്. ചില രഹസ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാതെ ചില കാര്യങ്ങളോ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിനോട് സംബന്ധമായിട്ട് ഉണ്ടാകും. ഓക്കെ, ഇത് എപ്പോഴാണ് നടക്കുക, എത്ര സമയമെടുക്കും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഷിപ്പ് കാർഡാണ് പറയുന്നത്. ഒരു ദീർഘയാത്രേനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ഫലം പ്രതീക്ഷിക്കരുത്. ക്ലോവർ ഉള്ളതുകൊണ്ട് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പെട്ടെന്നൊരു മാറ്റം, കാര്യങ്ങൾ നടക്കാം. ഏകദേശം കുറച്ച് സമയം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരാം. വളരെ പെട്ടെന്നായിരിക്കും ഒരു മാറ്റം വരുന്നത്. ഒരു പുതിയ സീസൺ അല്ലെങ്കിൽ ഏതാനും ഒരു മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് ഒരു വലിയ പുരോഗതി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന് പരിഹാരങ്ങളുണ്ട്. അതിന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിത് പാലിക്കുകയും ചെയ്യണം. ആ രഹസ്യം സൂക്ഷിക്കണം. എന്തൊരാഗ്രഹം ആയിക്കോട്ടെ മറ്റുള്ളവരോട് അമിതമായി സംസാരിക്കുന്നത് തടസ്സങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. മൗനം പാലിക്കുക എന്ന് പറയുന്നുണ്ട്. ജെന്റിൽമാൻ കാർഡ് 2 തവണ വന്നിട്ടുണ്ട്. ഇത് അമിതമായിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു പരിശ്രമത്തിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അനാവശ്യമായി സമ്മർദ്ദത്തിലാവരുത് എന്ന് പറയുന്നുണ്ട്. അറിവ് നേടുക, ബുക്കിൻ്റെ കാർഡ് പറയുന്നത് ഈ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ അറിവോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോ ആവശ്യമാണ്. കാര്യങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കുക, അതിലൂടെ എത്തേണ്ടുന്നത് എങ്ങനെയെന്ന് നല്ല രീതിയിൽ വിലയിരുത്തുക, അതിനുശേഷം മാത്രം മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുക എന്ന് പറയുന്നുണ്ട്. മൈസ്, ഈ എലി, ഒരു നെഗറ്റീവ് എനർജി മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചുറ്റുപാടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അലങ്കോലമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കൂടെ ഒഴിവാക്കുക. ഒരു ശുദ്ധീകരണം നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കുക, കൃത്യമായ പ്ലാനിങ് നടത്തുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ അധ്വാനത്തെക്കാൾ ഉപരിയായിട്ട് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം, കീയാണ് എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ജെന്റിൽമാൻ ആവർത്തിച്ച് വരുമ്പോൾ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അമിതമായിട്ടുള്ളൊരു ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു വിഷയമാണോ അതിൽ ഒരു പുരുഷൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പുരുഷൻ്റെ സഹായമോ നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. ബുക്കും കീയും വരുമ്പോൾ ശക്തമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്.
എന്തെങ്കിലും ഒരു രഹസ്യമോ നിങ്ങൾക്ക് ലഭിക്കാത്തൊരു ഉത്തരമോ വൈകാതെ നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾ അന്വേഷിക്കുന്ന വഴി അല്ലെങ്കിൽ ആ മാർഗം തുറക്കപ്പെടും എന്നാണ് പറയുന്നത്. ഈ ആഗ്രഹം വേഗത്തിൽ നടക്കാൻ ഏകാഗ്രത നല്ലതാണ്. പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ മൈസിന്റെ കാർഡ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളിലാണ് നിങ്ങളുടെ ശ്രദ്ധ ചിതറിക്കിടക്കുന്നത്. അതിനെ മാറ്റണം. ഓക്കെ, ഒന്നിലോട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നോട്ട്ബുക്കിൽ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ലക്ഷ്യങ്ങൾ എന്താണോ അതിലേക്കുള്ള വഴികൾ കാര്യങ്ങൾ എഴുതി വെക്കുന്നത് വളരെയധികം ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, ഒരു പ്രപഞ്ചമായിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു കരാറ് പോലെ പ്രവർത്തിക്കും എന്ന് പറയുന്നുണ്ട്. നെഗറ്റീവ്സ് മാറ്റാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ, തടസ്സമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പുവെള്ളം എടുത്തു വെക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഊർജത്തിനെ അകറ്റാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊരു വിശ്വാസം മാത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ആഗ്രഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കണ്ണുകൾ അടച്ചിരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കാതെ തന്നെ ആ ഒരു ആഗ്രഹത്തിനെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക, വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, കാരണം കാർഡുകൾ പറയുമ്പോൾ താക്കോല് നിങ്ങളുടെ കയ്യിലുണ്ട്. അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ, അതായത് ഈ മൈസിന്റെ കാർഡിനെ ഒഴിവാക്കി വ്യക്തമായ പ്ലാനുമായിട്ട് ബുക്ക് അതുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലക്ഷ്യം ഷിപ്പ് എന്ന പോലെ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കാർഡുകൾ നമ്മൾ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ഷിപ്പും കീയും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു യാത്രയും താക്കോലുമാണ് കാണിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കോമ്പിനേഷനാണ്. നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലമാക്കുന്നതിലേക്കുള്ള വഴി തുറക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. നിങ്ങളൊരു പുതിയ തുടക്കത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് പറയുന്നുണ്ട്. ബുക്ക്, ലേഡി, ജെന്റിൽമാൻ ഇത് വരുമ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ പഠനമോ അല്ലെങ്കിൽ ഒരു ഉപദേശകന്റെയോ സഹായമോ ആവശ്യമായിട്ട് വരാം. അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോവറും ബേഡ്സും നോക്കുമ്പോൾ പെട്ടെന്നുള്ള സന്തോഷ വാർത്തകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അമിതമായിട്ട് ആരുമായിട്ട് പങ്കുവെക്കരുത്. ചെറിയ കാര്യങ്ങൾ പോലും വളരെ വലുതാക്കി ചിന്തിക്കുന്നത്, ഓവർ തിങ്കിങ് ആ ഒരു സന്തോഷത്തിനെ ബാധിച്ചേക്കാം. പിന്നെ നിങ്ങളൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അതൊരു വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമായിരിക്കണം. എനിക്ക് പണം വേണം എന്നതിനേക്കാൾ എനിക്ക് ഇന്ന കാര്യത്തിന് ഇത്ര പണം ആവശ്യമാണ് എന്ന് വ്യക്തമായി വിചാരിക്കുമ്പോഴാണ് ആ വിഷ്വലൈസേഷൻ പൂർണ്ണമാകുന്നത് കേട്ടോ. പിന്നെ തടസ്സം, ഈ മൈസിന്റെ കാർഡ് വന്നുകൊണ്ട് മാത്രം ഇതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളൊരു ജാഗ്രത പാലിക്കാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ശ്രദ്ധയില്ലാത്ത ചെറിയ കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, വഴക്കുകൾ ഇതൊക്കെ ഒഴിവാക്കി ലക്ഷ്യത്തിലോട്ട് നടക്കാനാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഷിപ്പ് വന്നതുകൊണ്ട് വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ പൗർണമിക്ക് ശേഷമുള്ള ദിവസങ്ങളോ ആഗ്രഹ സാഫല്യത്തിന് കൂടുതൽ അനുകൂലമായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ കാരണം ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ടുന്ന ഒരു വർക്ക്, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഒരു പഠനകാലം, ഈ ഒരു ബുക്ക് ആവശ്യമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത്. ആ സ്കില്ലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ചെറിയ തടസ്സങ്ങളൊക്കെ ഇപ്പം ഉണ്ടാകാം. അത് മാറാൻ ചിലപ്പോൾ അടുത്തൊരു 3 ആഴ്ചയ്ക്കുള്ള അത്തരം തടസ്സങ്ങളൊക്കെ മാറും. നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം, സ്വാഭാവികം. പിന്നെ അടുത്തൊരു 3 മാസത്തിനുള്ളിൽ എന്താ പറയുക, ഒരു ഷിപ്പ് പറയുന്ന പോലെ തന്നെ അതിൽ കൂടുതലൊരു കാലയളവിൽ വലിയൊരു മാറ്റം, ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിൽ നിന്നും മാറുന്നുണ്ട്. പിന്നെ വിജയത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കീ കാർഡ് വരുന്നുണ്ട്. കീ കാർഡ് വരുമ്പോൾ സമയം ദീർഘമാണെങ്കിലും ഉറപ്പായ ഒരു വിജയം അതിലുണ്ട് കേട്ടോ. പിന്നെ ഒരു നെഗറ്റീവ് മാറാനുള്ള ഒരു റിച്വലായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം തടസ്സപ്പെടുകയാണെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ ആഗ്രഹം എഴുതുക. അതിന് മുകളിൽ ഒരു താക്കോല്, ഒരു കീ വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ വെക്കുക. രാവിലെ അതൊരു തുറന്ന സ്ഥലത്ത് പുറത്ത് വെക്കുക. ഇത് ആഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ സഹായിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ട്രൈ ചെയ്തു നോക്കുക. ഓക്കെ, വിശ്വാസമാണ്.
പിന്നെ ഈ മൈസ് വരുന്ന ഒരിക്കലും നിങ്ങൾ തോൽപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സൂക്ഷ്മത പുലർത്താൻ അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് നിങ്ങൾ വിതയ്ക്കുന്ന ഈ ഒരു വിത്ത് ഷിപ്പായി മാറിയിട്ട് എന്താ പറയുക ഒരു വിജയത്തിലോട്ട് എത്തുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട്. എന്താ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്, ക്ഷമയോട് കാത്തിരിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കീ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അതാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യ വരിയിൽ നോക്കുമ്പോൾ ബേഡ്സ്, മൈസ്, ജെന്റിൽമാൻ ആണ് വരുന്നത്. നിങ്ങളുടെ ആഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ആശയവിനിമയത്തിൽ ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൽ എന്താണ് ആ പ്രശ്നം എന്ന് നോക്കാം. ഒരു പുരുഷന്റെ ഇടപെടലാണ് ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇതൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം. രണ്ടാം വരി പറയുമ്പോഴും പോസിറ്റീവാണ്. പുരുഷനും ക്ലോവറും കീ ആണ് വരുന്നത്. ഭാഗ്യവും പുരുഷനും എല്ലാം വരുമ്പോൾ ഒത്തുചേർന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു താക്കോല് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. വിജയം അവിടെ ഉറപ്പാണ്. മൂന്നാമത്തെ വരി നോക്കുമ്പോൾ ലേഡി, ബുക്ക്, ഷിപ്പാണ് വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ അറിവും ബുക്കും പക്വതയും വഴി ഒരു വലിയ യാത്ര, ഷിപ്പ്, ആ ഒരു ആഗ്രഹം സഫലമാകുന്നു എന്ന് പറയുന്നുണ്ട്. വെർട്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കോളം നോക്കുമ്പോൾ ബേഡ്സ്, ജെന്റിൽമാൻ, ലേഡിയാണ്. സംസാരം പുരുഷൻ, സ്ത്രീ. ഇത് ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആഗ്രഹത്തിൽ ഒരു പങ്കാളിയോ മറ്റു വ്യക്തികളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കോളം നമ്മൾ നോക്കുകയാണെങ്കിൽ മൈസ്, ക്ലോവർ, ബുക്കാണ് വരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങൾ മൈസ് കാരണം അത് ഭാഗ്യം വഴി മാറുന്നു എന്ന് പറയുന്നതിന് അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഭാഗ്യം വരുന്നുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള അറിവ് ബുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കോളം വരുമ്പോഴും ജെന്റിൽമാനും കീയും ഷിപ്പാണ് വരുന്നത്. വിജയത്തിലേക്കുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാതയാണ്. ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് ശേഷം ആഗ്രഹം പൂർണ്ണമായിട്ടൊരു ലക്ഷ്യത്തിലോട്ട് ഈ ഷിപ്പിലോട്ട് എത്തുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. കാരണം ഇത് കോണുകളായിട്ട് വായിക്കുകയാണെങ്കിലും ബേഡ്സ്, ക്ലോവർ, ഷിപ്പാണ് വരുന്നത്. ആശയക്കുഴപ്പങ്ങൾ മാറി ഭാഗ്യത്തോടു കൂടി ആഗ്രഹം യാത്ര തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ മെസ്സേജ്. ഡയഗണലായിട്ടാണോ വായിക്കുന്നത്? ഓക്കെ. മറ്റുള്ള നോക്കുമ്പോൾ നമ്മൾ ജെന്റിൽമാൻ, ക്ലോവർ, ലേഡി വരുന്നുണ്ട്. പുരുഷനും സ്ത്രീയും ഭാഗ്യത്തിന്റെ പാതയിലാണ്. ഇത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ വലിയൊരു വിജയം നൽകും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളിതിനെ ഈ ലെനോർമൻ കാർഡുകൾക്ക് ഒരു നിശ്ചിത നമ്പറുകളുണ്ട്. അത് നമ്മൾ ന്യൂമറോളജി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൊത്തം തുക വരുന്നത് 184 ആണ് വരുന്നത്. 184 നമ്മൾ കൂട്ടുമ്പോൾ 13 വരുന്നു. 13 സിംഗിൾ ആക്കുമ്പോൾ 4 വരുന്നുണ്ട്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ 4 ഒരു സ്ഥിരത, അടിത്തറേനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ വളരെ ഉറപ്പുള്ളൊരു അടിത്തറ പണിയേണ്ടതുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. 4 എന്നത് 4 ദിക്കുകളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വശങ്ങളിൽ നിന്ന് നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. നമ്പർ 13 വരുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു മാറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആഗ്രഹം നടക്കാൻ നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിൽ ഒരു വലിയ മാറ്റം അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. തടസ്സം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള പേടി ഉണ്ടാകാം. എന്ത് സംഭവിക്കുമെന്നൊരു ഭയം നിങ്ങളുടെ ഊർജത്തിനെ കുറയ്ക്കുന്നുണ്ടാകാം. അതാണ് തടസ്സം. മൈസിന്റെ കാർഡ്. പരിഹാരം കീയാണ്. നിങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറയുന്നത്. സമയത്തിന്റെ കാര്യത്തിൽ ഷിപ്പാണ്. പെട്ടെന്നുള്ളൊരു ഫലം പ്രതീക്ഷിക്കരുത്. ഒരു വലിയ കാലയളവ്, ഏകദേശം ചിലപ്പോൾ ഒരു 4 ആഴ്ചയോ 4 മാസമോ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ആ ആഗ്രഹത്തിന് ഒരു പ്ലാനിങ്ങിലേക്ക് മാറ്റണം. ഓക്കെ, അതാണ് കാർഡുകൾ പറയുന്നത്. പിന്നെ മിറർ മെത്തേഡിൽ നമ്മളിത് നോക്കുമ്പോൾ കോണുകൾ തമ്മിലുള്ളൊരു ബന്ധം നോക്കുകയാണെങ്കിൽ ബേഡ്സും ഷിപ്പാണ് വരുന്നത്. ഒരു വാർത്താവിനിമയം ദൂര സ്ഥലത്തേക്ക് പോകുന്നു. നിങ്ങളുടെ ഒരു ആഗ്രഹം പ്രപഞ്ചത്തിലോട്ട് അയച്ചു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. ജെന്റിൽമാനും ലേഡിയും വരുമ്പോൾ പുരുഷനും സ്ത്രീയും നിങ്ങളും നിങ്ങളുടെ ആഗ്രഹവും തമ്മിലുള്ള ഒരു ബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. സെൻട്രലിലെ കാർഡ് വന്നിട്ടുള്ളത് ക്ലോവർ ആണ്. കാർഡുകളുടെ ഒരു ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമാണ്. ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിനെയും മാറ്റിമറിക്കാൻ ഈ ഒരു ആഗ്രഹം സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കുതിരയുടെ ഒരു ചലനം പോലെ ഇതിനെ നോക്കുകയാണെങ്കിൽ ബേഡ്സ്, ക്ലോവർ, ഷിപ്പ് വരുമ്പോൾ ആശയക്കുഴപ്പം അത് മാറി പെട്ടെന്നൊരു വലിയ യാത്രയിലേക്ക് ആഗ്രഹം എത്തുന്ന ഒരവസ്ഥ. മൈസും കീയും ലേഡിയും വെച്ച് നോക്കുമ്പോൾ ചെറിയ നഷ്ടങ്ങളുണ്ട്, പക്ഷെ അതിനുള്ള താക്കോലുണ്ട്. അത് നിങ്ങളെ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ജെന്റിൽമാൻ, ബുക്ക്, ജെന്റിൽമാൻ നോക്കുമ്പോൾ പുരുഷൻ രഹസ്യമായ അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങളെ, വ്യക്തമല്ലാത്ത കാര്യങ്ങളെ നിങ്ങളത് പഠിച്ച് ഒരു ബുക്കിൽ നിന്ന് പഠിച്ച് അതിൽ വിജയിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ
ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേഡ്സ് മൈസ് ജെന്റിൽമാൻ ആണ്. നിങ്ങളുടെ ചിന്തകളും ആശങ്കകളാണ്. ഇവിടെ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. മിഡിൽ നോക്കുമ്പോൾ ജെന്റിൽമാൻ ക്ലോവർ കീ ആണ്. നിങ്ങളുടെ കർമ്മം ആക്ഷൻ ഇവിടെയാണ് ശരിക്കും പോസിറ്റീവ് കാർഡുകൾ ഉള്ളത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, പോസിറ്റീവായിട്ട് പോവാം. ബോട്ട് നോക്കുമ്പോൾ ലേഡി ബുക്ക് ഷിപ്പാണ്. അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവും ദീർഘയാത്രയും ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കും. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. ന്യൂമറോളജിയും പറയുമ്പോഴും 4 എന്ന് പറഞ്ഞ നമ്പർ ഹൗസിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സുരക്ഷിതത്വം ലഭിക്കും. ഒരു സ്റ്റേബിലിറ്റി വരും. ഒരു കേവലം അത് പണമോ നേട്ടം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്ഥിരത നൽകുന്ന ഒന്നായിരിക്കും. പിന്നെ 4 എന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ആഴ്ചയിൽ 4-ാം ദിവസമായ ബുധനാഴ്ചകളോ അല്ലെങ്കിൽ 4 എന്ന സംഖ്യ വരുന്ന തീയതികളിലോ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ ഇത് 3x3 ഗ്രിഡി നോക്കുകയാണെങ്കിലും ഇതിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് സെന്ററിൽ വന്നിട്ടുള്ളത് ക്ലോവർ ആണ്, 5 ആണ്. ക്ലോവർ ഭാഗ്യത്തിന്റെ കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കുമ്പോൾ എന്നതിന് വലിയൊരു പോസിറ്റീവ് അടയാളം ഇത് തന്നെയാണ്. ഓക്കെ. ഇതിന് എന്ത് തടസ്സങ്ങൾ മൈസ് ഉണ്ടെങ്കിലും അവസാന വിജയം ക്ലോവർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവാണ്. വിധി നിങ്ങൾക്ക് അനുകൂലമാണ്. എത്ര പ്രതിസന്ധിയാണെങ്കിലും പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. കോർണർ നോക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ബേഡ്സ് ഷിപ്പ് ആഗ്രഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് ദൂരെ നിന്നാണ് വരുന്നത്. ഈ ഒരു ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ സഹപ്രവർത്തകന് തുല്യമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവും. ജെന്റിൽമാനും ലേഡിയും വന്നിട്ടുണ്ട്. 3, 7, 10. ഈ 4 കാർഡുകൾ കൂട്ടി വായിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കുന്ന ഒരു നേട്ടമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ കാർഡുകൾ തമ്മിലുള്ള അകലം നോക്കി പറയുമ്പോൾ കീയും ബുക്കും വരുമ്പോൾ ഇത് രണ്ടും തൊട്ടടുത്താണ് വന്നിട്ടുള്ളത്. കാരണം ഒരു അറിവും പരിഹാരവും കൈകോർക്കുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന് വൈകാതെ തന്നെ നിങ്ങൾ തിരിച്ചറിയും എന്നാണ് കാണിക്കുന്നത്. പിന്നെ ജെന്റിൽമാനും വരുമ്പോൾ ഒരു വ്യക്തി അത് നിങ്ങളാവാം തൻ്റെ ലക്ഷ്യത്തിൽ അമിതമായിട്ടാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് നല്ലതാണ്. പക്ഷേ മൈസ് കൂടെ ഉള്ളതുകൊണ്ട് ആ ലക്ഷ്യത്തിലോട്ട് പോകുമ്പോൾ ഊർജം നഷ്ടപ്പെടുത്താതെ നോക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിപ്പോ നമ്മുടെ ന്യൂമറോളജി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വരിയിലെ ഒരു ആകെ തുക ഒരു 63 ആണ്. അതൊരു ആശങ്കയാണ്. ഓക്കെ. 2ാം വരിയിലെ ഒരു ആകെ തുക വരുമ്പോൾ 63 തന്നെയാണ് വരുന്നത്, പക്ഷെ അത് ഭാഗ്യമായിട്ടാണ് വരുന്നത്. 3ാമത്തെ വരിയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ആകെ തുക 58 ആണ് വരുന്നത്, പക്ഷെ അത് അറിവിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹത്തിന്റെ തുടക്കത്തിൽ അല്പം ആശങ്കയുണ്ടെങ്കിലും മധ്യഭാഗത്തില് ഭാഗ്യം തുണയ്ക്കുന്നുണ്ട്. അവസാനം കൃത്യമായ അറിവോടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അറിവിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇത് ഒരു പെർഫെക്റ്റ് എന്താ പറയാ ഒരു സക്സസ് പാറ്റേൺ ആണ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങള് 100% നിങ്ങൾ എന്തൊരു കാര്യമാണോ ചിന്തിച്ചത് അത് നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു 2ാമത്തെ വരിയിലെ ജെന്റിൽമാൻ കാർഡ് ഡയറക്റ്റ് നോക്കുന്നത് വിജയത്തിലേക്കാണ്, കീലോട്ടാണ് നോക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുന്നില്ല, മാറുന്നില്ല. പിന്നെ താഴെ ഇടതുവശത്തുള്ള ലേഡി കാർഡ് ബുക്കിലോട്ടാണ് നോക്കുന്നത്. ഇത് അറിവ് നേടാനും പഠിക്കാനും കാര്യങ്ങൾ വിശകലനം ചെയ്യാനും നിങ്ങൾ ആ സമയം ചെലവഴിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പുരുഷൻ ലക്ഷ്യത്തിലേക്കും സ്ത്രീ അറിവിലേക്കും നോക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ബാലൻസ് ആണ്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ ബുദ്ധിയും കർമ്മവും ഒരേപോലെ ആവശ്യമാണ്, ബുക്കും കീയും. ഓക്കെ. പിന്നെ ഒരു ജെന്റിൽമാന് ശേഷം ഇതിൽ ക്ലോവർ വരുന്നുണ്ട്, മറ്റേ ജെന്റിൽമാന് ശേഷം ബുക്കാണ് വരുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് മാത്രം കാര്യമില്ല, ബുദ്ധി കൂടി വേണം. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ ലെക്ക് മാത്രം പോരാ, പ്ലാനിങ് ബുക്കും കൂടി വേണം എന്നൊരു പാഠമാണ് ആ ഒരു കാർഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോ ഹൗസ് നമ്പർ 1 നോക്കുമ്പോൾ ആശയവിനിമയത്തിന്റെ തുടക്കമാണ് പറയുന്നത്. ഹൗസ് നമ്പർ 9 നോക്കുമ്പോൾ ആഗ്രഹത്തിന്റെ ദൂരയാത്രയാണ്. നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ ദൂരത്തേക്ക് എത്തുന്നതാണ്, ഷിപ്പ്. അത് സാധ്യമാകാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ സംസാരിക്കാനും ആളുകളായിട്ടും ഇടപെടുകാനും ആ ബേഡ്സിന്റെ എനർജിയിലോട്ട് നിങ്ങൾ എത്തണം എന്ന് പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ ന്യൂമറോളജി കൂട്ടിയപ്പോൾ 184 ആയിരുന്നു. ഇതിൽ 1 എന്ന് പറയുന്നത് തുടക്കമാണ്, ഒരു പുതിയ തുടക്കത്തിനാണ് കാണിക്കുന്നത്. 8 എന്ന് പറയുമ്പോൾ ഒരു ഇൻഫിനിറ്റി, അനന്തത എന്ന് പറയില്ലേ, നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. 4 സ്ഥിരതയാണ് പറയുന്നത്. ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു. ഇത് ചുരുക്കി പറയുമ്പോൾ ഈ ഒരു ആഗ്രഹവും വെറും ഒരു ചെറിയ ആഗ്രഹമല്ല, ഇതൊരു ലൈഫ് ചേഞ്ചിങ് സംഭവമാകും എന്ന് പറയില്ലേ, അതേപോലെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുക. ഓക്കെ. കാരണം നിങ്ങളിപ്പോൾ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം, ആശയക്കുഴപ്പം ഇതാണ് പോകുന്നത്. അല്ലെങ്കിൽ കുറെ പേര് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ നിങ്ങളുടെ ഒരു ഊർജം ചോർത്തി കളയാനോ ശ്രമിക്കുന്നുണ്ടാകാം. അവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതാണ് പറയുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുക, അതൊന്നും നോക്കണ്ട. വർത്തമാനത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ അമിതമായിട്ടുള്ള ചിന്തയിൽ നിന്ന് മാറി ഭാഗ്യത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെയും ഘട്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലോവറും കീയാണ് വന്നിട്ടുള്ളത്. അപ്പം അത് വേണം. അങ്ങനെ വരുമ്പോൾ ഫലം ഒട്ടും ദൂരെയല്ല. ഭാവി പറയുന്നത് ലേഡിയും ബുക്കും ഷിപ്പുമാണ്. അറിവും പക്വതയും എല്ലാം ഒത്തുചേർന്നുള്ള ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ എത്താൻ ചേരുന്നു. ഒരു ഹൈ വൈബ്രേഷനാണ് കാർഡുകൾക്ക് തന്നെ. കാരണം ഹൈ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ കീ ക്ലോവർ ഷിപ്പാണ്, വിജയം, വളർച്ച. ഇത് വായനയുടെ മധ്യത്തിലും അവസാനത്തിലും വരുന്നുണ്ട്. ഓക്കെ, ലോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് വെല്ലുവിളികളെയാണ്. ഇത് വായനയുടെ തുടക്കത്തിൽ തന്നെ വന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ആഘാതം കുറവായിരിക്കും. പ്രതിസന്ധികൾ വായനയുടെ തുടക്കത്തിൽ തന്നെ ഒഴിഞ്ഞുപോയി. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ അത്തരം സാഹചര്യങ്ങൾ തരണം ചെയ്തിട്ടുണ്ടാകും. പിന്നെ ന്യൂട്രൽ വൈബ്രേഷൻ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പോലെ ബുക്ക്, ലേഡി, ജെന്റിൽമാൻ. ഇത് സാഹചര്യങ്ങളെ, വ്യക്തികളെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ കാർഡുകൾ കാണിക്കുന്ന ഒരു കീ കോഡ് ഉണ്ടല്ലോ. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ഡയറിയിൽ ആ ബുക്കിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എഴുതുക. അതൊരു താക്കോലിനോടൊപ്പം ഒരു രാത്രി വയ്ക്കുക. അടുത്ത ദിവസം ആ താക്കോൽ കൈ പിടിച്ച് ആഗ്രഹത്തിനെ കുറിച്ച് ഒരു തവണ മാത്രം ചിന്തിക്കാം. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അപ്പോൾ തന്നെ നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തും വയ്ക്കാം കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വായനയുടെ ഒരു കോർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ തുടക്കം ഒത്തിരി കടുപ്പാണ് എന്തൊരാഗ്രഹമാണെങ്കിലും. ഇപ്പം അത് കഴിഞ്ഞു. ഇപ്പം ഭാഗ്യം നിങ്ങളുടെ പക്ഷത്താണ്. ലക്ഷ്യം ഷിപ്പ് എത്തിപ്പിടിക്കാനുള്ള നിങ്ങളുടെ കയ്യിൽ താക്കോലുണ്ട്, കീ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു. കാർഡുകൾ എപ്പോഴും സത്യം പറയണമെന്നില്ല, പക്ഷെ അവ കാണിക്കുന്ന പാത കൃത്യമാണ്. മനസ്സിലായോ? ഈ കാർഡുകൾ നൽകുന്ന ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോവാനാണ് ടാരറ്റ് ഉപയോഗിക്കേണ്ടത്. ആഗ്രഹം നടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ, കാരണം വിധി നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്നാണ് ഈ ടാരറ്റ് റീഡിങ്ങിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഇപ്പൊ ഇത് കുറെ പേരൊക്കെ പ്രണയമൊക്കെ വിചാരിച്ച് കണ്ടിട്ടുണ്ടാവും, സാമ്പത്തികം, ഹെൽത്ത്. ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞേ. ഇനിയിപ്പോൾ നിങ്ങളുടെ അത്തരം കാര്യങ്ങളെ പ്രണയ കാര്യങ്ങളിലാണെങ്കിൽ ബേഡ്സും മൈസും വന്നിട്ടുണ്ട്. പ്രണയത്തിൽ ചെറിയ തർക്കങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകളോ ഉണ്ടാകാം. അത് സംസാരിച്ച് തെറ്റിദ്ധാരണ മാറ്റുക എന്താണ് ഈ കാർഡ് പറയുന്നത്. ജെന്റിൽമാനും ലേഡിയും വരുമ്പോൾ പ്രണയത്തിൽ രണ്ടുപേരുടെ സാന്നിധ്യം വളരെയധികം ശക്തമാണ്. ബന്ധം ദൃഢമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ കീയും ക്ലോവറും വരുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വലിയ വഴിത്തിരിവ്, ഇപ്പം ഏതൊരവസ്ഥയായിക്കോട്ടെ അത് മാറും. ഒരു വഴിത്തിരിവ് ഉണ്ടാകും. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും എന്നും പറയുന്നുണ്ട്. പിന്നെ ഷിപ്പ് വരുമ്പോഴും ദൂരദേശത്തുള്ള ഒരാളുമായിട്ടുള്ള ഒരു ബന്ധമോ അല്ലെങ്കിൽ പ്രണയത്തിൽ ഒരു പുതിയ യാത്രയോ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതാണ് പ്രണയകാര്യത്തിൽ പറയാനുള്ളത്. സാമ്പത്തിക കാര്യങ്ങളെ പറ്റി ചിന്തിച്ചവരാണെങ്കിൽ ബേഡ്സും ഐസും വരുന്നുണ്ട്. ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കാണിക്കുന്നുണ്ട്. അമിതമായിട്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ജെന്റിൽമാൻ കീ എന്ന് പറയുന്നത് നിങ്ങളൊരു പുരുഷന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനിങ്ങിലൂടെയോ സാമ്പത്തിക വിജയം നേടും എന്നാണ് പറയുന്നത്. ബുക്കും ഷിപ്പും വരുമ്പോൾ നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. പുതിയൊരു സംരംഭമോ ജോലിയോ വരാം. അതിനായിട്ട് കൂടുതൽ പഠനം, ബുക്ക് അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്ലോവർ കാർഡ് വരുന്നത് വളരെ പെട്ടെന്നുള്ളൊരു സാമ്പത്തിക ലാഭം. അത് എങ്ങനെയാവാം, ഏത് വഴിക്കും ആവാം. ആരോഗ്യകാര്യങ്ങളെ പറയുന്ന സമയത്ത് മൈസ് വരുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയൊരു തളർച്ചയോ അലർജിയോ പോലുള്ള പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശം കാര്യങ്ങൾ തേടുന്നത് നല്ലതായിരിക്കാം. പിന്നെ കീ, ലേഡി, ജെന്റിൽമാൻ വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ മരുന്ന് അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഷിപ്പ് പറയുന്നത് രോഗമുക്തിയിലേക്കുള്ള ഒരു യാത്രയാണ്. മെല്ലെ മെല്ലെ സുഖപ്പെടുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നുണ്ട്. ബുക്ക് പറയുന്നത് ആരോഗ്യകാര്യങ്ങളിൽ അജ്ഞത പാടില്ല എന്നാണ്. കൃത്യമായിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നോക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏതൊരു മേഖലയിലും പൊതുവായിട്ട് വരുന്നത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരുന്നുണ്ട്. ഷിപ്പ് കാർഡ് എല്ലാ മേഖലയിലും ഒരു യാത്ര, മാറ്റം, വിജയം ഇതിനെയാണ് പറയുന്നത്. വിജയത്തിനുള്ള താക്കോല് നിങ്ങളുടെ കൈവശമാണ്. കീ കാർഡ് എല്ലാ മേഖലയിലും വിജയം ഉറപ്പ് നൽകുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് മൈസ് കാർഡാണ്. അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ, അത് പ്രണയമായാലും പണമായാലും ആരോഗ്യമായാലും അമിതമായിട്ടുള്ള ഉത്കണ്ഠയാണ് നിങ്ങളുടെ പ്രധാന തടസ്സം. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ ചോദിച്ച ആഗ്രഹം പ്രണയമാണോ, സാമ്പത്തികമാണോ, അത് ആരോഗ്യമാണോ, എന്താണെങ്കിലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുക, അമിതമായിട്ടുള്ള ആശങ്കകൾ മാറ്റിവെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ കാർഡുകളാണ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാർഡുകളാണ് നമ്മൾ ഷഫിൾ ചെയ്യുന്നത്. അപ്പോൾ അത് 3 സ്പ്രെഡ്, 5 സ്പ്രെഡ്, 9 സ്പ്രെഡ്, 36 സ്പ്രെഡ്, പിന്നെ പല രീതിയിലാണ് ടാരറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ഇതിൽ റിവേഴ്സ് കാർഡുകളല്ല എടുക്കുന്നത്, ഇത് കൃത്യതയുള്ള കാർഡുകളാണ് എടുക്കുന്നത്. മറ്റുള്ള കാർഡുകളിലാണ് നമ്മൾ റീഡിങ് എടുക്കുന്നതെങ്കിൽ
അതിൽ നമ്മൾ എടുക്കുന്നത് റിവേഴ്സ് കാർഡുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വരാം. പിന്നെ ബ്രേസ്ലെറ്റുകൾ നമുക്ക് ലഭ്യമാണ്, എല്ലാ തരത്തിലുള്ളതും. ഇതൊക്കെ വിശ്വാസമുള്ളവർ മാത്രമാണ് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, പ്രണയം, പണം, അങ്ങനെ പലതരം ആകർഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും അതിനായിട്ടുള്ള പലതരം ബ്രേസ്ലെറ്റുകളുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.